2014 സെപ്റ്റംബർ 1 മുൻപ് വിരമിച്ച യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന പെൻഷൻ വിഹിതം അടച്ചിട്ടുള്ളവർക്ക് വിരമിക്കും മുൻപ് ഓപ്ഷൻ നൽകിയിട്ടില്ലെന്നതിന്റെ പേരിൽ ഉയർന്ന പെൻഷൻ നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. ഉയർന്ന പെൻഷൻ അനുവദിച്ച ഉത്തരവുകൾ റദ്ദാക്കാനും നൽകിയ തുക തിരിച്ചുപിടിക്കാനുമുള്ള EPFOയുടെ നടപടികൾ റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് P. ഗോപിനാഥ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓപ്ഷൻ നൽകാതെ 2014 മുൻപ് വിരമിച്ചവർ സ്കീമിൽ നിന്ന് പുറത്തുപോയവരാണെന്ന EPFO വാദം തള്ളി. ഉയർന്ന പെൻഷൻ നിഷേധിച്ചതിനെതിരെ ഒരു കൂട്ടം ഹർജികൾ അനുവദിച്ചാണ് ഉത്തരവ്. ഉയർന്ന പെൻഷൻ കാര്യത്തിൽ RC ഗുപ്ത കേസിൽ സുപ്രീം കോടതിയുടെ വിധി 2014 മുമ്പ് വിരമിച്ചവർക്കും ബാധകമാണ്. ഈ വിധിയിൽ ഓപ്ഷന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അർഹരായവർക്ക് 4 മാസത്തിനകം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജിക്കാർക്കായി അഡ്വക്കേറ്റ് PN മോഹനൻ, അഡ്വക്കേറ്റ് S. കൃഷ്ണമൂർത്തി തുടങ്ങിയവർ ഹാജരായി. അതേസമയം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അംഗങ്ങളുടെ പെൻഷൻ ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന നടപടികൾക്കെതിരെ പാർലമെന്റിലെ ലേബർ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ആഞ്ഞടിച്ച് NK പ്രേമചന്ദ്രൻ. യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി PF പെൻഷൻ നൽകണമെന്ന സുപ്രീം കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മനുഷ്യത്വരഹിതമായ നടപടികളാണ് EPFO ചെയ്യുന്നതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. തുടർന്ന് ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കാമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉറപ്പു നൽകി. ഉയർന്ന പെൻഷനെ അട്ടിമറിക്കാൻ EPFO സ്വീകരിച്ച പ്രോ റേറ്റ രീതി നിയമനത്തിനും സ്കീമിനും എതിരാണെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ട്രസ്റ്റ് ചട്ടങ്ങളുടെ പേരിൽ ഉയർന്ന പെൻഷൻ നിഷേധിക്കുന്നത് നിയമവിരുദ്ധവും 2022 സുപ്രീം കോടതി വിധിയുടെ ലംഘനവുമാണ്. പെൻഷൻ വെട്ടിക്കുറയ്ക്കുന്ന EPFO നടപടികൾക്കെതിരെ 9 ഹൈക്കോടതി വിധികളുണ്ടായിട്ടും അതൊന്നും നടപ്പാക്കാൻ തയ്യാറാകുന്നില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. തൊഴിലാളികൾക്ക് അനുകൂലമായ കോടതി വിധികൾ പ്രേമചന്ദ്രൻ യോഗത്തിൽ വായിച്ചു കേൾപ്പിച്ചു. പെൻഷൻ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണക്കുകൾ സഹിതം വിവരിച്ചതോടെ MP ഉന്നയിച്ചത് ഗൌരവമുള്ള വിഷയമാണെന്ന് പറഞ്ഞ മന്ത്രി ഇതിനായി പ്രത്യേക യോഗം വിളിക്കാമെന്നും ഉറപ്പു നൽകി. തൊഴിൽ സഹമന്ത്രി ശോഭാ കരന്തലജെ, ലേബർ സെക്രട്ടറി, ചീഫ് PF കമ്മീഷണർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം 1971 1995 എംപ്ലോയീസ് പെൻഷൻ സ്കീം ഒഴിവാക്കി EPS 2026 നിലവിൽ വന്നു. സുപ്രീം കോടതി അനുവദിച്ച ഉയർന്ന പെൻഷനെ പുതിയ സ്കീം ബാധിക്കില്ല. പെൻഷൻ കണക്കാക്കുന്ന ഫോർമുലയിലും മാറ്റമില്ല. കുറവുകളില്ലാത്ത പെൻഷൻ ക്ലെയിമുകൾ 20 ദിവസത്തിനകം അനുവദിച്ചില്ലെങ്കിൽ വൈകുന്ന ദിവസങ്ങൾക്ക് 12% പലിശ നൽകണം. ഇത് PF കമ്മീഷണറുടെ ശമ്പളത്തിൽ നിന്നാണ് അപേക്ഷകന് നൽകേണ്ടത്. വിജ്ഞാപനം ഇറങ്ങിയ ജൂൺ 29 മുതലാണ് പുതിയ പദ്ധതി നിലവിൽ വന്നത്. അന്നു മുതൽ ചേരുന്നവർക്ക് EPS 2026 ബാധകം. പഴയ സ്കീമുകളിലുള്ളവർക്ക് പുതിയതിലേക്ക് മാറാം. ജീവനക്കാരുടെ വിവരങ്ങൾ 15 ദിവസത്തിനകം തൊഴിലുടമ PF കമ്മീഷണർക്ക് നൽകണം. പുതിയ സ്കീം പ്രകാരം പെൻഷനെ ആശ്രയിക്കുന്ന ശമ്പളത്തിന്റെ പരിധി എത്രയെന്ന് വ്യക്തമാക്കുന്നില്ല. അതത് സമയത്ത് സർക്കാർ നിശ്ചയിക്കുന്നത് എന്നാണ് പറയുന്നത്. 2014 മുതൽ ഇത് 15,000 രൂപയാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ഉയർന്ന പെൻഷൻ അനുവദിക്കപ്പെട്ടവർക്ക് വേജ് സീലിംഗ് ബാധകമല്ല. 15,000 രൂപ വരെയുള്ള ശമ്പളത്തിന് പെൻഷൻ ഫണ്ടിലേക്ക് നൽകുന്ന വിഹിതത്തിന്റെ 1.16% സർക്കാർ അടയ്ക്കും. എന്നാൽ അതിനു മുകളിലുള്ള ശമ്പളത്തിന് ഇതുകൂടി തൊഴിലുടമ അടയ്ക്കണം. അതായത് 15,000 വരെയുള്ള തുകയ്ക്ക് 8.33%, അതിനു മുകളിലുള്ള തുകയ്ക്ക് 9.49% തൊഴിലുടമയുടെ വിഹിതത്തിൽ നിന്ന് നൽകേണ്ടത്. 10 വർഷത്തിലേറെ സർവീസ് ഉള്ളവർക്ക് 50 വയസ്സായതിനു ശേഷം ജോലി അവസാനിപ്പിക്കേണ്ടി വന്നാലും പെൻഷൻ ലഭിക്കും. എന്നാൽ 58 വയസ്സിൽ നിന്ന് കുറവ് വരുന്ന ഓരോ വർഷത്തിനും 4% വീതം പെൻഷൻ കുറയും. പെൻഷൻ അടിസ്ഥാനമാക്കുന്ന സർവീസ് തൊട്ടടുത്ത വർഷത്തിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമെന്നതാണ് പുതിയ സ്കീമിന്റെ പ്രത്യേകത. 6 മാസത്തിൽ താഴെയാണെങ്കിൽ അത് വർഷമായി കണക്കാക്കില്ല. 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ 1 വർഷമായി കണക്കാക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.